ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷുദിനമാണ്. അപ്പോൾ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടു കാണും. ഞാനും അതുപോലെ വിഷുക്കണിയൊക്കെ കണ്ടു. അപ്പോൾ വിഷു ഒരുക്കിയിരിക്കുന്ന ഒന്ന് കണ്ടാലോ. ഇതേ ഞാൻ ഇങ്ങനെയാണ് വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരെ കയറി വരുമ്പോൾ ഡോർ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് എല്ലാ വർഷവും വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വിഷുക്കണിയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഇത് കണ്ടോളൂ, ഇങ്ങനെയാണ് ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. കണിക്കൊന്ന ഇത്തവണ വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിട്ടിയ കണിക്കൊന്ന പൂക്കൾ വെച്ചിട്ട് ഒരു ചെറിയ വിഷുക്കണി ഒരുക്കിയതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, ചൂടായത് കാരണം തന്നെ കുറേയൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ കുറച്ചുകൂടി ഒന്ന് വാടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടു. അപ്പോൾ വിഷുപ്പുലരി നമ്മുടെ ഗാർഡൻ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണാൻ കേട്ടോ. പുലർച്ചെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഗാർഡനും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതേ ക്ഷേത്രത്തിലേക്ക് ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെയും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇത് രാവിലെ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞ് തുള്ളികളൊക്കെ വീണിരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.